എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഷിയുവിനെ കാണിച്ചുകൊണ്ടാണ്. അവൾ ഇവിടെയായിട്ട് നമ്മുടെ യുവിൻ്റെ അടുത്ത് പിണങ്ങിയിട്ട് തിരിഞ്ഞ് നടന്നു പോകുമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ യു ആണെങ്കിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് അവളുടെ കയ്യിലായിട്ട് ആ മോതിരം അങ്ങ് കൊടുക്കണോ എന്ന. അവനാണെങ്കിൽ ആ മോതിരം കൊടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മളുടെ ഷിയുവിൻ്റെ പൊടി പോലും കാണത്തില്ല. അവിടെയായിട്ട് നമ്മുടെ ഷിയു പറഞ്ഞുകൊണ്ട് പോകുന്നത് എനിക്കിനി നീയുമായിട്ടൊരു ബന്ധവും വേണ്ട, ഞാൻ ഇനി ആ ഒരു റിങ്ങിന് വേണ്ടിയിട്ട് നിൻ്റെ പുറകെ നടക്കത്തില്ല എന്നും പറഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ യു ആണെങ്കിൽ നല്ലതുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവൻ വിചാരിച്ചതേ അവൻ്റെ പുറകെയായിട്ട് നമ്മളുടെ ഷിയു കാണുമെന്നല്ലേ. അങ്ങനെ നമ്മളുടെ യു ആണെങ്കിൽ ഷിയുവിനെ തിരക്കി അവളുടെ പുറകെ പോകാനായിട്ടിരുങ്ങും. അങ്ങനെ അവൾ ഒരു സ്പോട്ടിലായിട്ട് എത്തുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ യു ആണെങ്കിൽ അവളുടെ കൈ പിടിച്ച് വലിച്ച് അവളെ ആണെങ്കിൽ ഒരു ഇടവഴിയുടെ അകത്തോട്ടങ്ങ് വലിച്ചു കയറ്റും. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും നല്ലതുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ യുവിനായിരുന്നാലും ജലസി അടിച്ചായിട്ട് അങ്ങേയറ്റമായിരിക്കുകയല്ലേ. അവനിപ്പോൾ അവൻ്റെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ യു ആണെങ്കിൽ വേറെ ഒന്നും നോക്കത്തില്ല, ഷിയുവിനെ പിടിച്ചങ്ങ് കിസ് ചെയ്യും. എന്നിട്ട് അവൻ കയ്യിലിരുന്ന ഒരു തൊപ്പി എടുത്തിട്ട് അവിടെയുള്ള CCTV എല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് തൊപ്പി എടുത്തങ്ങ് ഇടും. അതിലെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. നമ്മളുടെ ഷിയുവിനായിരുന്നാലും അത് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ യുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ്. അവിടെയായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ യു ആയിരുന്നാലും ഷിയുവിനെ അങ്ങ് മറച്ചു വെക്കും. അതും അവിടെ ഒരു വലിയ കൊട്ടയുണ്ടായിരുന്നു, അതിനകത്തായിട്ടാണ് അവളെ ഒളിപ്പിച്ച് വെക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ നമ്മളുടെ യുവിൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾ വരുന്നില്ലേ എന്ന്. അപ്പോൾ നമ്മളുടെ യു അവിടെ പറയുന്നത് തന്നെ നിങ്ങൾ പൊക്കോ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്നും പറഞ്ഞ് അവരെ എല്ലാം പറഞ്ഞു വിടും. ഇവിടെയായിട്ട് നമ്മളുടെ യു ആണെങ്കിൽ ഷിയുവിൻ്റെ കയ്യിലായിട്ട് ആ ഒരു റിങ് ഇല്ലേ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാം കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആക്കിയിട്ട് പുറത്തോട്ട് വരുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരുന്നയാ. അവളുടെ കയ്യിലായിട്ട് നമ്മളുടെ യു കൊടുത്ത ആ ഒരു റിങ് ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് ഷിയുവിനാണെങ്കിൽ നമ്മളുടെ യുവിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നുണ്ട്. അവളത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൈ പിടിക്കാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് ഗോങ് വരും. ഗോങ് ആണെങ്കിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നത് നമ്മളുടെ ഷിയുവും യുവും തമ്മിൽ ഒടുക്കത്തെ അടിയാണെന്നല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഷിയുവും യുവും ആയിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പരിചയമൊന്നും കാണിക്കത്തില്ല. രണ്ടുപേരും അടിയാണെന്നുള്ള രീതിയിൽ തിരിഞ്ഞങ്ങ് നിൽക്കും. ഇവിടെയായിട്ട് നമ്മുടെ ഗോങ് ആണെങ്കിൽ യുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത് എനിക്കൊരു ലിഫ്റ്റ് തരൂ, എൻ്റെ വണ്ടിയാണെങ്കിൽ വേറൊരു സ്ഥലത്തായിട്ട് കിടക്കുക എന്നാ. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെയും യുവിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ഈ ഗോങ് ഒരു തേർഡ് വീലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിയുവിനാണെങ്കിൽ യുവിൻ്റെ അടുത്ത് ഒന്നും മനസ്സമാനായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അവസാനം നമ്മളുടെ യു ആണെങ്കിൽ ഗോങ്ങിനെ അവൻ്റെ സ്ഥലത്തായിട്ട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഇവർ രണ്ടുപേരും വേറൊരു സ്ഥലത്തായിട്ട് വന്ന് നിൽക്കും. അവിടെ വരുന്നത് നമ്മളുടെ ഷിയു ആണെങ്കിൽ യുവിൻ്റെ അടുത്ത് ചോദിക്കും അല്ല നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇപ്പോൾ എന്താ ബന്ധം, നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പാണോ അതോ. ഇത് കേൾക്കുന്നേ നമ്മുടെ യു പറയും ഞാൻ എന്തായിരുന്നാലും ഒരാളെ വന്ന് കിസ് ചെയ്തിട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിയതാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് തന്നെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ ചോദിക്കും അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ലവ് സ്റ്റാമ്പ് വേണമല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ സ്വന്തമായിട്ട് കയ്യിൽ കിസ് ചെയ്തിട്ട് അവൻ്റെ നെറ്റിയിലായിട്ട് ഒട്ടിച്ചു വെച്ച് കൊടുക്കും. ഇവിടെയായിട്ട് നമ്മളുടെ യു പറയും ഞാൻ എന്തായിരുന്നാലും ഒരു ടീനേജറൊന്നും അല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്നും പറഞ്ഞിട്ട് അവൻ അവളെ പിടിച്ച് കിസ് ചെയ്യും. എന്നിട്ട് പറയും ഇതാണ് എൻ്റെ ലവ് സ്റ്റാമ്പ് എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ പേസങ്ങിനെയാണ്. സത്യം പറഞ്ഞാൽ നമ്മളുടെ പേസങ് ആണെങ്കിൽ ഷിയുവിൻ്റെ അടുത്ത് ഭയങ്കര കെയർ ഉണ്ട്, അവളെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ അഭിനയിക്കുകയല്ലേ ചെയ്തത്. അഭിനയിച്ച് ഇപ്പം അവൻ്റെ അവസ്ഥ മൊത്തത്തിൽ കുളമായിട്ടിരിക്കുക. അവനിപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഷിയുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അവളാണെങ്കിൽ അവൻ്റെ നെറ്റിയിലായിട്ട് ഒട്ടിച്ചു കൊടുത്ത ആ ഒരു ബാൻഡേജ് ഇല്ലേ അതൊക്കെ അവനാണെങ്കിൽ ഭയങ്കര വലിയ സംഭവം പോലെ ഒരു പാട്ടയ്ക്കകത്താക്കി സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ യുവിൻ്റെ അമ്മയാണെങ്കിൽ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ഫാമിലി മീറ്റപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ യുവും പേസങ്ങും അതേപോലെ പേസങ്ങിൻ്റെ അച്ഛനും എല്ലാവരും ഉണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ യുവിൻ്റെ അമ്മയാണെങ്കിൽ എല്ലാവരെയും മുമ്പിൽ വെച്ചിട്ട് രണ്ട് ആമക്കളുടെ അടുത്തും ചോദിക്കും അല്ല നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ നിൽക്കാനാണോ പ്ലാൻ, നിങ്ങൾക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലേ. ഇത് കേൾക്കുന്നേ നമ്മളുടെ യു ആണെങ്കിൽ ഒന്നും മിണ്ടത്തില്ല. കാര്യം അവനാണെങ്കിൽ പേസങ്ങിൻ്റെ അച്ഛൻ്റെ മുമ്പിലായിട്ട് അവൻ്റെ സീക്രട്സ് റിവീൽ ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ പേസങ് ആണെങ്കിൽ പറയും എൻ്റെ ലൈഫിലൊരു പെങ്കൊച്ചുണ്ട്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനൊരു സമയം കിട്ടുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യുവിന് നല്ല കൃത്യമായിട്ട് മനസ്സിലാവും അവൻ ഉദ്ദേശിക്കുന്നത് ഷിയുവിൻ്റെ കാര്യം തന്നെയാ എന്ന്.
അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ യുവാണെങ്കിൽ പേസങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നിനക്ക് നിൻ്റെ അച്ഛനെ നന്നായിട്ട് അറിയാമല്ലോ, നീ അബദ്ധവശത്തിലായിരുന്നാൽ കൂടി ഷിയുവിനെ നിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളിലോട്ട് വലിച്ചഴക്കരുത്, അവൾക്ക് സമാധാനം കൊടുക്കണം, എന്തിനാ വെറുതെ അവളുടെ പേര് നീ ഇങ്ങനെയൊക്കെ എടുത്തിടുന്നതെന്നും പറഞ്ഞിട്ട് നമ്മളുടെ യുവാണെങ്കിൽ അവനൊരു വാണിംഗ് കൊടുത്തിട്ട് അവിടുന്ന് നേരെ അങ്ങ് ഇറങ്ങും. നേരെ വരുന്നത് വേറെ ഒരോട്ടും അല്ല, നമ്മുടെ ഷിയുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവനിവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഷിയു ആണെങ്കിൽ തല കഴുകിയിട്ടില്ലായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ വെപ്രാളത്തിൽ പോയി തല കഴുകും. എന്നാൽ അവൾ ഷാമ്പുവിന് പകരമായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് സാനിറ്റൈസർ ആയിരുന്നു. ഇവളുടെ മുടി എല്ലാം ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ നമ്മളുടെ യുവിനെ വീടിനകത്തോട്ട് വിളിച്ചു കയറ്റും. എന്നിട്ട് അവൾ പറയും, നീ നോക്കിയാണ് ഞാൻ നിന്നെ കണ്ട ടെൻഷനിൽ സാനിറ്റൈസർ ഇട്ടിട്ട് എൻ്റെ തല കഴുകിയത് എന്ന്. എൻ്റെ തലമുടി മൊത്തം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ യു പറയും, നീ ഇവിടെ ഇരിക്കും, ഞാൻ നിൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് തരാം. US പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സലൂണിലും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാമെന്നും പറഞ്ഞിട്ട് അവൻ അവളുടെ മുടിയൊക്കെ നല്ലതുപോലെ ചീകി കൊടുക്കും. ഇവിടെയായിട്ട് ചീകി അവസാനം രണ്ടുപേരും തമ്മിൽ ഭയങ്കര റൊമാൻറ്റിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യാനൊക്കെ തുടങ്ങും. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അതേപോലെ ഗോങ്ങും എത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഇവരെ ഈ ഒരു പരുവത്തിൽ കാണുന്നേ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. നമ്മളുടെ ഷിയു ആയിരുന്നാലും ഞെട്ടിത്തെറിച്ച് തറയിൽ വന്ന് വീണിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേയും എല്ലാവരും ഭയങ്കരമായിട്ട് ഓക്വേർഡ് ഫീൽ ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഷിയുവിനെ പിടിച്ചിരുത്തി അവളുടെ ഫ്രണ്ടും അതേപോലെ നമ്മുടെ യുവിനെ പിടിച്ചിരുത്തിയിട്ട് അവൻ്റെ ഫ്രണ്ടും കൂടി ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്താ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയാഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചേക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം ചോദിക്കും. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഈ ഫ്രണ്ട്സിന് നല്ല സന്തോഷമുണ്ട്. നമ്മളുടെ യുവും അതേപോലെ ഷിയുവും തമ്മിൽ സെറ്റായാൽ, കാര്യം അവരത്രയ്ക്കും നല്ലൊരു പെയറായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിയു ആയിരുന്നാലും യു ആയിരുന്നാലും അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഷിയു ആയിരുന്നാലും നമ്മുടെ യുവിൻ്റെ കുറേ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കി എടുക്കുകയൊക്കെ ചെയ്യും. അവസാനം വരച്ച് അവൾ ക്ഷീണിച്ചിട്ട് നല്ലതുപോലെ മയങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ യു ആണെങ്കിൽ അവളെ എടുത്തുകൊണ്ട് അവൻ്റെ കട്ടിലായിട്ട് കൊണ്ടുവന്ന് കിടത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങും. ഇവിടെ നമ്മളുടെ ഷിയു അഭിനയിക്കുവാണോ യഥാർത്ഥത്തിൽ ഉറങ്ങുവാണോ എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. എന്നാൽ അവളെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തുന്ന സമയത്ത് അവളുടെ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മളുടെ യു ആണെങ്കിൽ ഫോഴ്സ്ഫുള്ളി അവളുടെ മുകളിലായിട്ട് വന്നങ്ങ് വീഴും. ഇവിടെയായിട്ട് നമ്മുടെ ഷിയു ആയിരുന്നാലും അവിടെ യുവിനെ പറഞ്ഞു വിടത്തൊന്നുമില്ല. അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കും. അവൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും ഓഫീസിലൊക്കെ വരുന്നതാണ്. ഓഫീസിൽ വെച്ചിട്ടായിരുന്നാലും എംപ്ലോയീസ് കാണാണ്ട് ഇവർ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ യുവിൻ്റെ അമ്മയാണെങ്കിൽ യുവിനെ കാണാൻ വേണ്ടിയിട്ട് ഓഫീസിലായിട്ട് വരുന്നതാണ്. അവരാണെങ്കിൽ അവന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ ലേഡീനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ പേസങ് ആയിരുന്നു. നമ്മുടെ ഷിയു ആണെങ്കിൽ പുറത്തോട്ടൊന്ന് ഇറങ്ങുന്നതും പേസങ് അവിടെ പറയും, നീ എൻ്റെ തലയിൽ ബാൻഡേജ് ഒട്ടിച്ച് തന്നില്ലേ, അതിന് പകരമായിട്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊരു ലഞ്ചാണ്, നീ ഇത് അക്സെപ്റ്റ് ചെയ്യണം. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പേസങ് നിർബന്ധിച്ചതിൻ്റെ പേരിൽ മാത്രം അവൾ ആ ഒരു ലഞ്ച് ബോക്സ് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഇവളുടെ കയ്യിലായിട്ട് ഈ ലഞ്ച് ബോക്സ് ഇരിക്കുന്നത് നമ്മളുടെ യുവിൻ്റെ അമ്മ കാണും. അവർ വിചാരിക്കും, ആഹാ ഇതെൻ്റെ സ്റ്റെപ്സ് എണ്ണായിട്ടുള്ള പേസങ്ങ് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ലഞ്ച് ബോക്സ് അല്ലേ, അപ്പോൾ അവൻ പറഞ്ഞ പെൺകൊച്ച് വേറെ ആരുമല്ല ഈ പെൺകുട്ടി തന്നെ ആയിരിക്കുമല്ലേ. എന്നാൽ ഇവർക്കിവിടെ മനസ്സിലാവാത്തൊരു കാര്യം, അവൻ്റെ സ്വന്തം മോനായിട്ടുള്ള യുവിൻ്റെ ഗേൾ ഫ്രണ്ട് ആണല്ലോ നമ്മുടെ ഷിയു. ഇതൊന്നും അറിയാണ്ടാണ് അവരിങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയുവിനാണെങ്കിൽ പേസങ്ങ് കൊണ്ടുവന്ന ആ ഒരു ലഞ്ച് ബോക്സ് ആണെങ്കിൽ ഓഫീസിലെല്ലാവരും അറിയുന്നതാണ്. എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നമ്മളുടെ യു ആയിരുന്നാലും അത് തുറന്ന് അതിനകത്തുള്ള ഡെക്കറേഷനൊക്കെ കുളമാക്കുന്ന രീതിയിൽ ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങും. അതിനകത്ത് ഭയങ്കര കിടിലമായിട്ടാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ യുവിൻ്റെ ബിഹേവിയർ കണ്ടാലേ മനസ്സിലാവും അവനാണെങ്കിൽ ഇപ്പോൾ പേസിങ്ങിൻ്റെ നെഞ്ചിലിട്ടാണ് കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സന്ധ്യാസമയം ആവുന്നതും നമ്മളുടെ ഷിയു ആണെങ്കിൽ ഓഫീസിലായിട്ട് നമ്മുടെ യുവിനെ കാണാൻ വേണ്ടിയിട്ട് വരും. ഇവിടെ അവൾക്ക് പണിഷ്മെൻ്റ് എന്നുള്ള രീതിക്ക് അവൾക്ക് ഓവർ ടൈം അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷിയു അങ്ങനെ ഓഫീസിൽ വരുന്നതും പെട്ടെന്ന് തന്നെ യു പറയാൻ തുടങ്ങും, നീ നിൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ഇനി അടുത്ത് ചെയ്യാൻ പോവേണ്ടത് ഗേൾ ഫ്രണ്ടിൻ്റെ ജോലീസ് കംപ്ലീറ്റ് ആക്കുക എന്നതാ എന്നും പറഞ്ഞിട്ട് അവളെ പിടിച്ച് ടേബിളിൻ്റെ മുകളിലായിട്ട് എടുത്തങ്ങ് ഇരുത്തും. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ യു ആയിരുന്നാലും ഷിയുവിൻ്റെ അടുത്ത് പറയും, എന്തായിരുന്നാലും നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഉടനെ തന്നെ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ എനിക്ക് അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു അവിടെ ചോദിക്കും, നിനക്ക് നിൻ്റെ അമ്മയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സാഹചര്യത്തിൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങൾക്കിടയിൽ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണോ? ഇവിടെയായിട്ട് നമ്മളുടെ യു അവിടെ ക്ലിയർ ആയിട്ട് പറയും, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറേ കാലം ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടൈം വേണം, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ
എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നെ ആദ്യമേ തന്നെ ഇൻട്രൊഡ്യൂസ് ആക്കാഞ്ഞത് എന്നും അവനവിടെ ക്ലിയർ ആയിട്ട് പറയും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.